എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എയർലൈൻ ലോകത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ സ്വകാര്യ അഹങ്കാരമായ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലേക്ക് 26 പോസ്റ്റുകളിലേക്കായിട്ട് ഒരുപാടധികം വേക്കൻസികൾ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത്. എന്തൊക്കെ ജോബുകളാണുള്ളത്, എങ്ങനെ ഇതിലേക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നു. അപ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലേക്ക് സീനിയർ മാനേജർ വേക്കൻസിയുണ്ട്. ലോയലിറ്റി ഡിസൈൻ കാറ്റഗറിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. അസോസിയേറ്റ് മാനേജർ ഇ ലേണിംഗ് ഡെവലപ്പർ ആൻഡ് ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ പോസ്റ്റിലേക്കും അസോസിയേറ്റ് മാനേജർ CC കണ്ടന്റ് ഡെവലപ്മെൻറ്റ് കാറ്റഗറിയിലേക്കും അസോസിയേറ്റ് മാനേജർ കാർഗോ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് കാറ്റഗറിയിലേക്കും വേക്കൻസികളുണ്ട്. അതേപോലെ CC സ്റ്റൈൽ ആൻഡ് ഇമേജ് ട്രെയിനർ, മാനേജർ കാർഗോ സെയിൽസ്, സീനിയർ മാനേജർ, എക്സിക്യൂട്ടീവ് ലീഗൽ അഡ്മിൻ, മാനേജർ, സീനിയർ അസോസിയേറ്റ് മാനേജർ, അതേപോലെ ഇൻ്റഗ്രേഷൻ എഞ്ചിനീയർ, സീനിയർ മാനേജർ ഫിനാൻസ്, അസോസിയേറ്റ് മാനേജർ ഫിനാൻസ്, പെർഫോമൻസ് ടെസ്റ്റ് ലീഡർ, ഡിവോപ്സ് എഞ്ചിനീയർ, ഹെഡ് B2E ചാനൽസ്, എൻ്റർപ്രൈസ് ടെക്നീഷ്യൻ കാറ്റഗറിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. അതേപോലെ സർവീസ് നൗ ആർക്കിടെക്ട്, സാപ്പ് അരിബ കൺസൾട്ടൻറ്റ്, ക്ലസ്റ്റർ മാനേജർ, അതേപോലെ സീനിയർ മാനേജർ, ഡെവലപ്പർ സർവീസ് മാനേജർ പ്രൊക്യൂർമെൻറ്റ്, സീനിയർ ചാറ്റ്ബോട്ട് ഡെവലപ്പർ, അസോസിയേറ്റ് മാനേജർ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലേക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത്. കാർഗോ, എൻ്റർപ്രൈസ്, പ്രോഗ്രാം ആൻഡ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്, ഫിനാൻസ്, F&B ആൻഡ് ഇൻഫ്ലൈറ്റ് എക്സ്പീരിയൻസ്, കൊമേഴ്ഷ്യൽ, ലീഗൽ, സർവീസ് ട്രെയിനിങ്, ബിസിനസ് ഇൻ്റലിജൻസ് ആൻഡ് പ്ലാനിംഗ്, ലോയലിറ്റി എന്നീ കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇത്രയും വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഗുരുഗ്രാം, ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, കൊച്ചി എന്നീ ഭാഗങ്ങളിലേക്കാണ് നിലവിൽ എയർ ഇന്ത്യക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ പതിയെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പേജിലേക്ക് പോകുന്നതാണ്. എയർ ഇന്ത്യയുടെ ഒഫീഷ്യൽ കരിയേഴ്സ് പേജാണത്. ആ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളും ഏകദേശം 25ഓളം പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസി അവിടെ കൊടുത്തിട്ടുണ്ട്. ആ 25 പോസ്റ്റിൽ ഏതിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജോലിയുടെ എല്ലാ ഡീറ്റെയിൽസും, അതായത് ജോബ് പർപ്പസ്, കീ അക്കൗണ്ടൻറ്റിബിലിറ്റീസ്, അതേപോലെ തന്നെ അതിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾ അതിലേക്ക് യോഗ്യനാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വായിച്ചു നോക്കി നിങ്ങൾ അതിലേക്ക് യോഗ്യനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കരുത്. താഴെ ഒരു ചുവന്ന ബോക്സിലായിട്ട് അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഒരു ബോക്സിൽ അപ്ലൈ നൗ എന്നൊരു ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ പോകുന്ന പേജ് ഒരു അക്കൗണ്ട് പേജ് ആയിരിക്കും. അതായത് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ എയർ ഇന്ത്യയുടെ സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന്. അവിടെ നിങ്ങൾ എന്ത് വേണം, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അവിടെ നിങ്ങൾ കാണാം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ID-യും അതേപോലെ പാസ്വേഡും എല്ലാം കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പേരും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ CV അപ്ലൈ ചെയ്യാനുള്ള സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അവിടെ ചോദിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഫിൽ ചെയ്തിട്ട് എയർ ഇന്ത്യയിലെ ആ പൊസിഷനിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ യോഗ്യതയുള്ളവർക്ക് ഉടൻ തന്നെ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കോൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തൊഴിൽ ആവശ്യമുള്ളവർക്ക്, യോഗ്യതയുള്ളവർക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.